വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഹാൻഡ് റൈറ്റിംഗിന്റെ പ്രിൻസിപ്പിൾ, ക്ലാസ് ആൻഡ് ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സ് അതേപോലെ തന്നെ ഫാക്ടേഴ്സ് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. സോ ഇന്ന് നമ്മളൊരു പുതിയ ഇൻസ്ട്രുമെന്റിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പഠിക്കുന്നത്. ആ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് എസ്ഡ. എന്താണ് എസ്ഡയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിറ്റക്ഷൻ അപ്പാരറ്റസ് ആണ് എസ്ഡയുടെ ഫുൾ ഫോം. നമുക്ക് എന്താണെന്ന് നോക്കാം. സോ ഇന്നത്തെ വീഡിയോസിൽ നമുക്ക് ഇൻഡന്റേഷൻ മാർക്ക് എന്താണ് പഠിക്കുന്നത്, അതായത് എസ്ഡ എങ്ങനെയാണ് ഫോറൻസിക് സയൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡോക്യുമെന്റിൽ ഇത്ര ആപ്ലിക്കേഷൻ വരുന്നത്, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് യൂസ്ഫുൾ ആകുന്നത്, അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡന്റേഷൻ മാർക്ക് എന്താണെന്ന് നോക്കണം. അതിനുശേഷം നമ്മൾ എസ്ഡയിലേക്ക് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനിലോട്ട് പോകും. പിന്നെന്താണ് ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എസ്ഡ. ഫൈനലായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ മെക്കാനിക്കൽ പാർട്സ് ഓഫ് എസ്ഡയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ എന്താണ് ഇൻഡന്റേഷൻ മാർക്ക് എന്ന് പറയുന്നത്? അതായത് ഒരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്ക് ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റിന്റെ റെസിഡൻസ് സെർച്ച് ചെയ്യാൻ വേണ്ടി ഒരു വാറന്റ് കിട്ടി, അവർ സെർച്ച് ചെയ്യാൻ എത്തി. അപ്പൊ അവർ സസ്പീഷ്യൻസ് ആയിട്ട് ഒരു ബുക്ക് കണ്ടു, സംശയമായിട്ട് ഒരു ബുക്ക് കണ്ടു. അപ്പൊ ആ ബുക്കിൽ ഉറപ്പാണ് അവർ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്ക് സംശയം വരാണ് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാവാം? ഒന്നിക്കൽ പാർട്ട്നേഴ്സിന് പാസ് ചെയ്യുന്ന സീക്രട്ട് മെസ്സേജ് ആവാം, അല്ലെങ്കിൽ എന്താവാം, ഒരു പുതിയ ഓപ്പറേഷനുള്ള പ്ലാൻ ആവാം, അല്ലെ? അപ്പൊ എന്താണ്, ആ പേജ് മിസ്സിംഗ് ആണ്. പക്ഷെ അവർക്ക് കണ്ടന്റ് കിട്ടിയേ പറ്റും, എന്താ എഴുതിയെന്ന് കണ്ടന്റ് കിട്ടിയേ പറ്റുള്ളൂ. അപ്പൊ എന്താ ചെയ്യാം? നമ്മളെല്ലാവരും എഴുതുമ്പോൾ റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ഉണ്ടാവും, അല്ലെ? ഒരു പെന്ന് അല്ലെങ്കിൽ ഒരു പെൻസിൽ യൂസ് ചെയ്ത് നമ്മൾ എല്ലാവരും എഴുതാം, അല്ലെ? നമ്മളൊരു പർട്ടിക്കുലർ പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് എഴുതുന്നത്. ഇപ്പൊ എന്താ സംഭവിക്കുക? ഇതിന്റെ അണ്ടർലൈൻ പേജസ് ഉണ്ട്. അണ്ടർലൈൻ പേജസിൽ ഈ പറഞ്ഞ റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റിന് എന്തുണ്ടാവും? ഇംപ്രഷൻസ് ഉണ്ടാവും, അല്ലെ? പ്രഷർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇംപ്രഷൻസ് ഉണ്ടാവും, അല്ലെ? ഇപ്പൊ ഞാൻ ഒരാളെ പേര് എഴുതി കഴിഞ്ഞാൽ, അബു എന്നൊരാളെ പേര് എഴുതി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇതിന്റെ ഇംപ്രഷൻ തൊട്ടടിയിലത്തെ പേജിലുണ്ടാവും. അപ്പൊ നമുക്ക് എന്താണ് ഗുണം? അതാണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. ആ ഇൻഡന്റേഷൻ ആണ് എന്ത്? ദീസ് ആർ ക്രിയേറ്റഡ് വെൻ ടു ഓർ മോർ ഷീറ്റ്സ് ഓഫ് പേപ്പർ ആർ റെസ്റ്റിംഗ് atop one another during writing. The underlying pages contain the latent impression of the writing instrument. മനസ്സിലായോ? അപ്പം ഈ ലേറ്റന്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ലേറ്റന്റ് മീനിങ് എന്താ? ഇൻവിസിബിൾ എന്നാണ്. ഇൻവിസിബിൾ അല്ലെങ്കിൽ അൺക്ലിയർ എന്നാണ് ലേറ്റന്റ് മീനിങ്. അപ്പം ഈ പറഞ്ഞ റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റിന്റെ ഇംപ്രഷൻ അല്ലെങ്കിൽ മാർക്ക് അണ്ടർലൈൻ പേജസിൽ ഉണ്ടാവും. സോ എന്തൊക്കെയാണോ ഫ്രണ്ട് പേജിൽ എഴുതിയിട്ടുള്ളത് അതിന്റെ എല്ലാ ഇംപ്രഷൻസ് തൊട്ടടുത്ത പേജിൽ, അതുകൊണ്ട് തൊട്ടടുത്ത പേജിൽ മാത്രമല്ല, ഒരുപാട് 2 to 3 അല്ലെങ്കിൽ 4 പേജസോളം അതിന്റെ ഇംപ്രഷൻസ് ഉണ്ടാവും. ആ ഇംപ്രഷൻസ് ആണ് എസ്ഡ ഉപയോഗിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ് എസ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ എസ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിറ്റക്ഷൻ അപ്പാരറ്റസ്. ഇതിന് വേറെ രണ്ട് പേരുണ്ട്, അത് വീഡിയോയിൽ തുടരെ ഡിസ്കസ് ചെയ്യാം. സോ ആരാണ് എസ്ഡ ഇൻവെന്റ് ചെയ്തത്? ഫോസ്റ്റർ ആൻഡ് ഫ്രീമാൻ ഇൻ ദ ഏർലി 1970s ആണ്. സോ ഫോസ്റ്റർ ആൻഡ് ഫ്രീമാൻ എന്ന് പറയുന്നത് സയന്റിസ്റ്റ് അല്ല, ഇറ്റ്സ് എ കമ്പനി നെയിം ആണ്. ഫസ്റ്റ് കേസ് വർക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് എസ്ഡ യൂസ് ചെയ്തത് UK ഇൻ 1977 വിച്ച് ഇസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ട്രഡീഷണൽ ഒബ്ലിക് ലൈറ്റ് സോഴ്സ്. അതായത് എസ്ഡ വരുന്നതിന് മുന്നേ ഒബ്ലിക് ലൈറ്റ് സോഴ്സസ് ആണ് ഈ പറഞ്ഞ ഇൻഡന്റേഷൻ മാർക്കിനെ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്തതാണ്. ഒബ്ലിക് ലൈറ്റ് എന്ന് പറയുന്നത് എന്താ? അത് ടോർച്ച് ആവാം, അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് സോഴ്സ് ആവാം. ഒബ്ലിക് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഒരു പർട്ടിക്കുലർ ആംഗിളിൽ പ്ലേസ് ചെയ്തിട്ടാണ് അത് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒബ്ലിക് ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് എസ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇറ്റ് ഇസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് എക്സാമിനേഷൻ ടു റിവീൽ ദ ഇൻഡന്റേഷൻ ഓർ ഇംപ്രഷൻ സോ ദാറ്റ് മേ ബി പ്രസന്റ് ഓൺ ദി പേപ്പർ, അല്ലെ? ഈ പറഞ്ഞ ഇംപ്രഷൻ അല്ലെങ്കിൽ ഇൻഡന്റേഷൻ മാർക്കിനെ റിവീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എസ്ഡ യൂസ് ചെയ്യുന്നത്. സോ എന്താണ് എസ്ഡയുടെ വേറെ പേരുകൾ? ഒന്ന്, ഇലക്ട്രോസ്റ്റാറ്റിക് ഡിറ്റക്ഷൻ ഡിവൈസ്. രണ്ടാമത്തെ പേര് ഇലക്ട്രോസ്റ്റാറ്റിക് ഡോക്യുമെന്റ് അനലൈസർ. അതായത് എസ്ഡക്ക് മൂന്ന് പേരുകളുണ്ട്: ഇലക്ട്രോസ്റ്റാറ്റിക് ഡിറ്റക്ഷൻ ഡിവൈസ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഡോക്യുമെന്റ് അനലൈസർ, അതേപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിറ്റക്ഷൻ അപ്പാരറ്റസ്. ഇത് മൂന്ന് എന്താണ്? എസ്ഡയുടെ വേറെ വേറെ പേരുകളാണ്. ഓക്കെ, ഈ പറഞ്ഞതാണ് എസ്ഡ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്. ഇതാണ് എസ്ഡ എന്ന് പറയുന്നത്. ഇതിന്റെ പാർട്സും അതേപോലെ തന്നെ പ്രിൻസിപ്പിളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഡിറ്റക്ഷൻ ഡിവൈസ് ഇസ് എ നോൺ ഡിസ്ട്രിബ്യൂട്ട് ടെക്നിക്. വൈ? അതിന്റെ ഉത്തരവാണ് നമ്മൾ താഴെ കൊടുത്തത്. ഒന്നാമത്തത്,
നോ കെമിക്കൽ ഇന്ററാക്ഷൻ, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിവൈസ് ഡോൺ റിക്വയർ എനി കെമിക്കൽ പ്രോസസ്, ഇൻസ്റ്റെഡ് ദേ യൂസ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോസസ്. അതായത് there is no involvement of കെമിക്കൽസ്. കെമിക്കൽസ് ഇല്ലാത്തവർക്ക് എന്താണ് അത്, എന്താ കെമിക്കൽസ് ഇല്ല, അപ്പൊ എന്താ ഡിസ്ട്രാക്ഷൻ കുറവാണ്, ഡിസ്ട്രാക്ഷൻ ഇല്ല, പർട്ടിക്കുലർ ഡോക്യുമെന്റ് എന്താണ് പ്രിസർവ്ഡ് ആണ്. സോ കെമിക്കൽസിന്റെ പകരം അവിടെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോസസ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ആണ് അവിടെ യൂസ്. ഓക്കെ, കെമിക്കൽ പ്രോസസ് ചെയ്യുന്നത്. സോ തൊട്ടടുത്ത പോയിന്റ് എന്താ, ഫിസിക്കൽ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ, അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഈസ് പ്രിസർവ്ഡ്. ഫിസിക്കൽ പ്രോപ്പർട്ടി പ്രിസർവ്ഡ് ആണ്, അതായത് അതിന്റെ ഷേപ്പ്, ടെക്സ്ചർ, ഡയമെൻഷൻ, ഷേപ്പ് തന്നെയാണ് ഉദ്ദേശിച്ചത്, വെയിറ്റ്, ഇതൊക്കെ എന്താണ് പ്രിസർവ്ഡ് ആണ്. സോ ഫിസിക്കൽ ഇന്റഗ്രിറ്റി മെയിൻ, അതായത് ആ ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ എന്താണ് നിലനിൽക്കും. കെമിക്കൽ പ്രോസസ്സും ഇല്ല, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി മാത്രം യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിന്റെ ഇന്റഗ്രിറ്റി, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് ഉള്ളത്, നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ എന്താണ് പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇനി നോ ഓൾട്ടറേഷൻസ് ടു ഒറിജിനൽ ഡോക്യുമെന്റ്, ഇറ്റ്സ് ഓൺലി റിവീൽസ് ദ ഇന്റന്റഡ് റൈറ്റിംഗ്സ് വിത്തൗട്ട് ചേഞ്ചിങ് ഓർ എഫക്ടിംഗ് ദ വിസിബിൾ ഇങ്ക്, വാട്ടർ മാർക്ക് ഓർ അനദർ മാർക്കിംഗ് ഓൺ ദ പേപ്പർ. അതായത് ഒരു പേപ്പർ, അതിപ്പം ചെക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബില്ലായിക്കോട്ടെ, അതിന് എന്തുണ്ടാവും, വാട്ടർമാർക്ക് ഉണ്ടാവാം, അല്ലെ, വേറെ എന്തെങ്കിലും റിലയബിൾ മാർക്സ് ഉണ്ടാവാം. അതായത് ഈ കേസിൽ വരുമ്പോൾ വിസിബിൾ ഇങ്ക് എങ്ങനെയൊക്കെ വരാം, അതായത് ചില ഇങ്കിന് ഓവർ ഇങ്ക് ലീക്കേജ് ഉണ്ടാവും, ആ സമയത്ത് അണ്ടർലൈൻ പേജസിലോട്ട് ചെറുതായിട്ട് ഇങ്ക് ട്രാൻസ്ഫർ ആകും. അങ്ങനെയാണ് ഈ വിസിബിൾ ഇങ്കിന്റെ കാര്യം ഇവിടെ പറയുന്നത്. ആ പറഞ്ഞ വിസിബിൾ ഇങ്കിനെ പോലെ എന്ത് എഫക്ട് ചെയ്യുന്നില്ല, ഈ പറഞ്ഞ എസ്ഡ അതിന്റെ ആപ്ലിക്കേഷൻ എഫക്ട് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ പേപ്പറിൽ ഉണ്ടാകുന്ന വാട്ടർ മാർക്ക് അല്ലെങ്കിൽ അതർ റിലയബിൾ ആയിട്ടുള്ള മാർക്കിനൊന്നും എസ്ഡ എഫക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് ഇറ്റ്സ് എ റിവേഴ്സിബിൾ പ്രോസസ്, അതായത് ദ ടോണർ ക്യാൻ ബി റിമൂവ്ഡ് ആഫ്റ്റർ ഫോട്ടോഗ്രാഫിംഗ്. ഫോട്ടോഗ്രാഫിംഗ് എന്ന് പറയുന്ന ഡോക്യുമെന്റേഷന്റെ ഭാഗമാണ്. അത് ബേസിക്സ് ഓഫ് ഫോറൻസിക് സയൻസിൽ നിങ്ങൾ പഠിക്കും എന്താണ് ഡോക്യുമെന്റേഷൻ. അതായത് ഒരു കാര്യം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എവിഡൻസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോർട്ടിൽ പ്രസന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. അതായത് പ്രിസർവ് ചെയ്യുക, ഒരു ഫയലാക്കി വെക്കുക അല്ലെങ്കിൽ ഒരു ഫോൾഡറാക്കി വെക്കുക, അതാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫി. ഓക്കെ, അടുത്തത് ദിസ് മീൻസ് എ ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് റിട്ടേൺസ് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ് വിത്തൗട്ട് എനി റെസിഡന്റ് എഫക്ട്. അതായത് ഈ ടോണർ എന്ന് പറയുന്നത് എസ്റ്റേലി യൂസ് ചെയ്യുന്ന ഒരു പൗഡറാണ്. ആ ഇന്റർനേഷൻ റിവീൽ ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പൗഡറാണ്. ആ പൗഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണോ ഡോക്യുമെന്റ് കളക്ട് ചെയ്തത്, അനാലിസിസിന് ശേഷവും ആ ഡോക്യുമെന്റ് അതേപോലെ തന്നെ നമുക്ക് പ്രിസർവ് ചെയ്യാം. ക്ലിയർ? ഇനി അടുത്തത് എന്താണ് എസ്റ്റേലും വർക്കിംഗ് പ്രിൻസിപ്പിൾ. ദ ഡോക്യുമെന്റ് ആക്ട് ആസ് എ ഡൈഇലക്ട്രിക് ഇൻ എ കപ്പാസിറ്റർ ലൈക്ക് സ്ട്രക്ചർ വിത്ത് എ പോളിമർ ഷീറ്റ്. ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത് ഇവിടെ ഇൻസുലേറ്റർ ആണ്, അറിയാലോ, പ്ലസിലൊക്കെ പഠിച്ചാൽ ഇൻസുലേറ്റർ ആണ്. എങ്ങനെ പോസിറ്റീവ് ചാർജിനെ നെഗറ്റീവ് ചാർജിനെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും, അതാണ് ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പറഞ്ഞ ഡോക്യുമെന്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് എന്താണ് ഡൈഇലക്ട്രിക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് വിത്ത് എ പോളിമർ ഷീറ്റ്. പോളിമർ ഷീറ്റ് എന്ന് പറയുമ്പോൾ അത് പ്ലാസ്റ്റിക് ആവാം അല്ലെങ്കിൽ മൈലാർ ഷീറ്റ് ആവാം, അതെന്താണെന്ന് പറയാം. ഓക്കെ, സോ എന്താണ് അവിടെ പേപ്പറിൽ പ്രസന്റ് ആയിട്ടുള്ള ഇന്റന്റ് ഏരിയാസ് ഓഫ് ദി ഡോക്യുമെന്റ് ക്യാരി ലെസ് നെഗറ്റീവ് ചാർജ് ആൻഡ് സറൗണ്ടിങ് ഏരിയാസ്. അതായത് ഇന്റന്റ് ഏരിയാസ് ഈസ് സ്ലൈറ്റ്ലി പോസിറ്റീവ്. ലെസ് നെഗറ്റീവ് ചാർജ് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ചാർജ് ആണെന്നല്ല, പോസിറ്റീവ് ചാർജ് എന്നാണ്. ദെൻ സറൗണ്ടിങ് ഏരിയസ്, അതായത് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഇന്റന്റേഷൻ ഏരിയ പോസിറ്റീവും സറൗണ്ടിങ് ഏരിയ നെഗറ്റീവും. Okay, this causes the toner using the electrostatic device to be attracted to these areas, revealing indentation that are present. അതിനർത്ഥം എന്താ, ഈ പറഞ്ഞ ടോണർ നെഗറ്റീവ് ചാർജ് ആണല്ലേ, നെഗറ്റീവ് ചാർജ് ആയ ടോണർ പോസിറ്റീവ് ചാർജ് ആയി ഇന്റന്റേഷനിലോട്ട് അറ്റാച്ച്ഡ് ആവും. അങ്ങനെ എന്താണ് ആ ഇന്റന്റേഷൻ എന്താണ് റിവീൽ ചെയ്യുന്നത്. അതാണ് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ വരുന്നത്. ഓക്കെ, ഇനി ആദ്യമേ പറഞ്ഞു ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയുടെ ആവശ്യമുണ്ടല്ലേ, അതാരാണ് കൊടുക്കുന്നത്. When a corona charge is applied, it draws electrons off the surface, creating an electric field across the document. ഇതാണ് കൊറോണ, ഇതാണോ ഈ സാധനമാണ് കൊറോണ വാൻഡ് എന്ന് പറയുന്നത്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ മൈലാർ ഷീറ്റ് ഇല്ലേ, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, മൈലാർ ഷീറ്റിൽ നിന്ന് ഡോക്യുമെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് പറയുന്നത്. സോ എന്താണ് ഈ പറഞ്ഞ ഇന്റന്റഡ് ഏരിയാസ് ടെൻഡ് ടു സ്റ്റോർ മോർ ചാർജ് ആൻഡ് നോൺ ഇന്റന്റഡ് ഏരിയാസ് ഈവൻ ദോസ് ദാറ്റ് ആർ മൈക്രോസ്കോപ്പിക്. അതായത് എല്ലാവരും ഒരേ പ്രഷർ ചെയ്യണമെന്നില്ല. ഈവൻ മൈന്യൂട്ട് പ്രഷർ ആയാൽ പോലും, ഇന്റന്റേഷന്റെ ഡെപ്ത് മൈന്യൂട്ട് മൈക്രോസ്കോപ്പിക് നേച്ചർ ആയാൽ പോലും അതിൽ പ്രസന്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ആ മൈക്രോസ്കോപ്പിക് ഇന്റന്റേഷൻസിനെ വരെ ഈ എസ്ഡ
റിവീൽ ചെയ്ത് തരും. ഓക്കെ, അതാണ് ഇന്റൻഡ് ഏരിയസിൽ ഏറ്റവും കൂടുതൽ എന്താണ് നെഗറ്റീവ് ചാർജ്, സോറി പോസിറ്റീവ് ചാർജ് ഉണ്ട് കമ്പയർഡ് ടു സറൗണ്ടിങ് ഏരിയ. അതിലേക്കാണ് നെഗറ്റീവ് ചാർജ് ആയ ടോണർ പൗഡർ അട്രാക്ട് ആവുന്നത്. ഓക്കെ, ഇനി അടുത്തത് എസ്റ്റയുടെ പാർട്സിലോട്ട് പോവാം. എന്തൊക്കെയുണ്ട്? ടോണർ ട്രേ ഉണ്ട്, വാക്വം ക്രിയേഷൻ ഉണ്ട്, വാക്വം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എയറോസോൾ ഡെവലപ്മെന്റ് ഹുഡ് ഉണ്ട്, എയർ ബംസ് റിമൂവ് ചെയ്യാൻ, റീഫ് ഹോൾഡർ ഇമേജിൻ, അതായത് ഈ പറഞ്ഞ പോളിമർ ഷീറ്റിന്റെ കാര്യം പറഞ്ഞില്ല, അത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡർ ഉണ്ട്, ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ട്, അതായത് വയേഴ്സ് കേബിൾസ് കണക്ട് ചെയ്യുക, കൊറോണ വാൻഡ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെയാണ് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുക. മെയിൻ യൂണിറ്റ് ഉണ്ട്, അതായത് മദർ ബോർഡ് സർക്യൂട്ട്സ് ഒക്കെ ഉള്ളത്, കൺട്രോൾ പാനൽ, അതായത് യൂസറിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു പാനൽ ഉണ്ട്, പിന്നെ പ്ലേറ്റിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് വെക്കുന്നത്, അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആണ് പ്ലേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ മെയിൻ യൂണിറ്റിൽ എന്തൊക്കെയുണ്ട്? സെൻട്രൽ കൺട്രോളിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് എ സെൻട്രൽ കൺട്രോളിംഗ് സിസ്റ്റം. ഇതിൽ എന്തൊക്കെയുള്ളത്? സർക്യൂട്ട് അല്ലെ, മദർ ബോർഡ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിന്റെ അകത്തുള്ളത്. പിന്നെ അടുത്തത് പ്ലേറ്റ്. ഇറ്റ് ഈസ് എ കണ്ടക്ടീവ് സർഫസ് വേർ ദ ഡോക്യുമെന്റ് ഈസ് പ്ലേസ്ഡ്. ഡോക്യുമെന്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർഫസ് ആണ് പ്ലേറ്റ് എന്ന് പറയുന്നത്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. പിന്നെ റീഡ് ഹോൾഡർ ഹോൾഡ്സ് തിൻ ട്രാൻസ്പാരന്റ് പ്ലാസ്റ്റിക് ഇമേജ് ഫിലിം യൂസ് ടു ഡെവലപ്പ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ്. അതായത് പ്ലാസ്റ്റിക് ഇമേജ് മാത്രമല്ല മൈലാർ ഷീറ്റും യൂസ് ചെയ്യും. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്ലേറ്റൻ ആണെങ്കിൽ തൊട്ട് മുകളിലായിരിക്കും ഈ പറഞ്ഞ പോലെ റീൽ ഹോൾഡർ. ഓക്കെ, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ്. ഇവിടെയാണ് നമ്മളെ മൈല അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ്. ഇതിന്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? വാണ്ട് ഉപയോഗിച്ചിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് വാണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് ഇതിന്റെ മെക്കാനിസം നടക്കുന്നത്? അപ്പൊ ഈ വാണ്ടിൽ നിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി നേരെ മൈലാർ ഷീറ്റിലോട്ട് പോകും, മൈലാർ ഷീറ്റിൽ നേരെ ക്വസ്റ്റ്യൻ ഡോക്യുമെന്റിലോട്ട് പാസ് ആവും. ഓക്കെ, അതിൽ കുറെ വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് പറയാം, ജസ്റ്റ് ഒരു ഓർത്ത് വയ്ക്കും. സർ, കൊറോണ വേണ്ട എന്താണ്? എ ഹാൻഡ് ഹെൽഡ് യൂണിറ്റ് ദാറ്റ് അപ്ലൈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ്. ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വാണ്ട്. ഈ ഏരിയയിൽ നിന്നാണ് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി പോകുന്നത്. ഓക്കെ, ഈ ഏരിയ. ഓക്കെ, ഇനി എയറോസോൾ ഡെവലപ്മെന്റ് ഹുഡ്. എന്താണ് എയറോസോൾ ഡെവലപ്മെന്റ് ഹുഡ്? ടു ഫിൽട്ടർ ഔട്ട് ദി എക്സസ് ടോണർ, അല്ലെ നമ്മൾ ടോണർ പൗഡർ യൂസ് ചെയ്യും. എക്സസ് ആയ ടോണർ പൗഡറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയറോസോൾ ഡെവലപ്മെന്റ് ഹുഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് വാക്വം പമ്പ്. ensures the document and the imaging film are held tightly together on the plate and without any air bubbles. എയർ ബബിൾസ് ഇല്ലാതെ ഡോക്യുമെന്റിനെയും മൈലാർ ഷീറ്റിനെയും ഒരുമിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് വാക്വം പമ്പ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ വാക്യൂം. ഓക്കെ, ഇതൊക്കെ ഈ ഇൻസ്ട്രുമെന്റ് അകത്തായിട്ട് ഉണ്ടാവുക. ആകെ വാൻഡ്, കൊറോണ വാൻഡ് മാത്രമേ പുറത്തുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം ഒരു ബോക്സ് പോലെയാണ് ഉണ്ടാവുക. ഇനി ടോണർ ട്രേ. എന്താണ് ടോണർ ട്രേ? ദ ട്രേ ഹോൾസ് ഡിസ്പെൻസ് ദി ടോണർ വിച്ച് ഈസ് അട്രാക്ട് ടു ദി ചാർജർ ഏരിയാസ് ഓൺ ദി ഡോക്യുമെന്റ്. അതായത് ടോണർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ, ടോണർ കാരിയർ ആണ് ഈ പറഞ്ഞ ടോണർ ട്രേ. ടോണർ ക്യാരി ചെയ്യുന്ന ഒരു പാർട്ടാണ് ടോണർ ട്രേ എന്ന് പറയുന്നത്, അല്ലെ. ടോണർ ട്രേ നെഗറ്റീവ് ചാർജ് ആണ് നേരത്തെ പറഞ്ഞിരുന്നു. അതാണ് ഇൻഡന്റേഷൻസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പൗഡർ. പിന്നെ എന്താണ് ഒരു ഹ്യൂമിഡിഫൈങ് ചേംബർ? എന്താണ് ഹ്യൂമിഡിഫൈങ് ചേംബർ? ദി എസ്റ്റർ പ്രോസസ് ബൈ കൺട്രോളിംഗ് ഹ്യൂമിഡിറ്റി എസ്പെഷ്യലി ബെനിഫിക്കലി ഡ്രൈ കണ്ടീഷൻസ്. അതായത് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനും ഡ്രൈ കണ്ടീഷനിൽ ബെനിഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹ്യൂമിഡിഫിക്കേഷൻ ചേംബർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ്സ്? അതായത് സപ്ലൈസ് നെസസറി ഇലക്ട്രിക്കൽ പവർ ടു അപ്പാരറ്റസ്, അല്ലെ. എന്തൊക്കെ ഉണ്ടാവും? വയേഴ്സ്, കേബിൾസ്, പ്ലഗ്സ്, ഇതൊക്കെയാണ് ഉണ്ടാവുക. അതായത് ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട് അല്ല, ഒരു നമുക്ക് കണക്ഷൻസ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ്സ്. പിന്നെ വരുന്നത് കൺട്രോൾ പാനൽ ആണ്. എവിടെയാണ്? ലൊക്കേറ്റഡ് ഓൺ ദി മെയിൻ യൂണിറ്റ്. ഇറ്റ് അലോസ് ദി ഓപ്പറേറ്റർ ടു മാനേജ് വേരിയസ് എക്സ്ട്രാ ഫംഗ്ഷൻ ലൈക്ക് അഡ്ജസ്റ്റിംഗ് ദ കൊറോണ ഡിസ്ചാർജ് ഓർ കൺട്രോളിംഗ് ദി വെതർ. അതായത് ഇതിനൊരു സോഫ്റ്റ്വെയർ ഇല്ല. ഓക്കെ, അനാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹ്യൂമൻലി ആണ് യൂസ് ചെയ്യുന്നത്, അല്ല. വാൻഡൊക്കെ നമ്മൾ മാനുവലി ആണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ്? ഒന്ന് കൊറോണ ഡിസ്ചാർജ്, എന്തോരം ഇലക്ട്രിക് ഫീൽഡ് വേണം, എന്തോരം ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി വേണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ വാക്വമും നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓവറോൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു മൈലാർ ഷീറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ്, ഓക്കെ, അത് അറ്റാച്ച്ഡ് ആയിരിക്കും. അതിന്റെ മേളിലാണ് വാൻഡ് ഉള്ളത്. ഓക്കെ, ഇവിടെ നിന്നാണ് ഇലക്ട്രിക് സ്റ്റാറ്റിക് എനർജി പോകുന്നത്. അങ്ങനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി പാസ് ആവുന്നത്. ഓക്കെ, ഇതൊക്കെയുള്ള ഒരു ബോക്സിലായിരിക്കും എക്സെപ്റ്റ് 1. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.